ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചി അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്താണ് ഇത്രയും ദിവസമായിട്ട് ചോദിക്കാതിരുന്നു, ഇവിടെ കംപ്ലൈൻ്റ് ഒന്നും തരാതിരുന്നതെന്നുള്ള കാര്യങ്ങൾ SI ചോദിക്കുക. അപ്പം ഇടിച്ച വണ്ടി നിർത്താതെ പോയി തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ വൈഫ് വളരെ പതിയെ ഇടത് സൈഡിലൂടെയാണ് വണ്ടി ഓടിച്ചിരുന്നതെന്നും കാറ് നേരെ വന്ന് ഇടിച്ചിട്ട് പോകുമായിരുന്നു എന്നൊക്കെ സച്ചി പറയുക കേട്ടോ. പിന്നെ അവൾ സ്കൂട്ടർ വെട്ടിച്ചത് കൊണ്ട് ഇടിയുടെ ആഘാതം കുറഞ്ഞു, അങ്ങനെ രക്ഷപ്പെട്ടതാണെന്നൊക്കെ പറയുമ്പോഴേക്കും SI ഇങ്ങനെ നോക്കിയിരിക്കാം. അവരുടെ ജീവൻ എടുക്കാനായിരുന്നു അവരുടെ പ്ലാനെന്നും ആരെങ്കിലും സംശയമുണ്ടോ എന്നൊക്കെ നേരത്തേക്കും ചോദിച്ചു ഈ പോലീസുകാരൻ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല സർ, ആരാണ് ചെയ്തതെന്ന് കണ്ടെത്തണമെന്ന കാര്യമൊക്കെ സച്ചി പറയാം. സാർ, എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് സാർ, അവരിൽ ആരോ ആണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പം ഇടിച്ച വാഹനത്തിൻ്റെ നമ്പർ വല്ലതും നോട്ട് ചെയ്തായിരുന്നു എന്ന് ചോദിക്കുമ്പം ഇല്ല സാർ, അത് ഒരു ബ്ലാക്ക് ഇന്നോവ ഇടിച്ചതെന്നാണ് പറഞ്ഞ്, പിന്നെ അത് പേരൂർ ഭാഗത്തേക്കാണ് പോയതെന്നും പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് കംപ്ലൈൻറ്റ് എഴുതിക്കൊള്ളാനൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ പറഞ്ഞു വിട്ടു അദ്ദേഹം. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന നീലിമി. അപ്പം നീലിമി ഇങ്ങനെ വക്കീലിൻ്റെ അടുത്ത് ഇരിക്കും കേട്ടോ. അഡ്വാൻസ് കൊടുത്ത കാശൊക്കെ പോട്ടെ എന്ന് വെക്കാം, നമുക്ക് വേറെ സ്ഥലം നോക്കാം നീലിമ എന്ന് പറയുമ്പം ആ സ്ഥലം ഞാൻ ഒരുപാട് മോഹിച്ച സ്ഥലമാണെന്നും അതിൻ്റെ പിന്നിൽ പഴയ ചില കഥകളുണ്ടെന്നൊക്കെ പറഞ്ഞു. വാങ്ങിക്കണമെന്ന് വെച്ചാൽ വേറൊരു സ്ഥലം എനിക്ക് വാങ്ങിക്കാം, പക്ഷേ എനിക്ക് വേണ്ടത് ഈ സ്ഥലമായിരുന്നു എന്നൊക്കെ നീലിമ പറയുക. അത് വാങ്ങിക്കുക എന്നുള്ളത് ഒരു റിവഞ്ച് ആയിരുന്നു സാർ എന്നൊക്കെ ഇങ്ങനെ നീലിമ പറയുമ്പോൾ ആ ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ചേക്ക്, അത് നടക്കത്തില്ല എന്ന് ഇയാൾ പറഞ്ഞു. അന്നായിരുന്നെങ്കിൽ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടന്നേനെ എന്ന് പറഞ്ഞപ്പം അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് ആ സുധിയും അവൻ്റെ ഭാര്യയും കൂടെ പിടിച്ചു വാങ്ങിയില്ലേ എന്ന് ചോദിച്ചു. അന്നേരം എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അദ്ദേഹവും. 50 ലക്ഷമാണ് അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തെന്ന് പറഞ്ഞപ്പോൾ തട്ടിയെടുക്കാനോ, അവനെ കബളിപ്പിച്ച് താൻ കൈക്കലാക്കിയ കാശ് അവൻ തിരികെ വാങ്ങിക്കുകയല്ലേ ചെയ്തത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അന്ന് അങ്ങനെ സംഭവിച്ചതെന്നും എനിക്ക് ക്യാഷും നഷ്ടമായി, പിന്നെ മോഹിച്ച സ്ഥലം വാങ്ങിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹവും നടക്കാതെ പോയെന്നൊക്കെ നീലിമ ഇങ്ങനെ പറയുക കേട്ടോ. അതിൻ്റെ കാരണം സുധിയും അവൻ്റെ വൈഫും ആണെന്നും പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യം. അങ്ങനെ തോറ്റു കൊടുക്കാൻ കഴിയില്ല സാർ, ആ കാശ് 50 ലക്ഷം രൂപ അവരിൽ നിന്ന് തിരികെ ഞാൻ വാങ്ങിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നീലിമ എങ്ങനെ റിവഞ്ച് എടുക്കുക, എന്നിട്ട് ഞാൻ കാനഡയിലേക്ക് ഇനി മടങ്ങി പോകത്തുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ താൻ എങ്ങനെ അവരിൽ നിന്ന് കാശ് തിരികെ വാങ്ങിക്കും, അതൊന്നും നടക്കില്ല നീലിമ എന്ന് പറയുമ്പം നടക്കും, ഞാൻ നടത്തിയിരിക്കുമെന്ന് നീലിമ ഇങ്ങനെ പറഞ്ഞോടെന്ന് പറയാം. അങ്ങനെ അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇതുവരെ ക്യാഷ് എത്തിയിട്ടില്ല, ആ ക്യാഷ് കൊണ്ടായിരിക്കും അവൻ ഷോറൂം തുടങ്ങിയിട്ടുള്ളതെന്നും അവൻ്റെ ഭാര്യയുടെ അച്ഛൻ മലേഷ്യയിലേത് കോടീശ്വരന്, ആ വഴിക്കും ക്യാഷൊക്കെ വരുമല്ലോ, പിന്നെ എന്തായാലും അവനിപ്പോൾ നല്ല സെറ്റപ്പിലാണ് ജീവിതമൊക്കെ എന്നും അവനെ തട്ടിക്കൊണ്ടുപോയി ക്യാഷ് ആവശ്യപ്പെട്ടാൽ അവൻ്റെ ഭാര്യ ശ്രുതി എനിക്ക് കാശ് തന്നിരിക്കുമെന്ന കാര്യം ഇങ്ങനെ തർപ്പിച്ച് പറയും. അപ്പോൾ കൂടുതലൊന്നും വേണ്ട, ഞാൻ കൊടുത്ത 50 ലക്ഷം രൂപ മാത്രം മതി എനിക്കെന്നും പറയുവാണ്. ഞാനത് അവരിൽ നിന്ന് വാങ്ങിച്ചിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നീലിമ പോലീസ് സ്റ്റേഷനിൽ വെച്ച് SIയുടെ സാന്നിധ്യത്തിലാണ് നീ സുധിയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയച്ചു കൊടുത്തത്, ശരിയല്ലേ? ഇതിൻ്റെ പേരിൽ ഇനിയും ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തതല്ലേ, അത് നീ അത് മറന്നുപോയോ എന്ന് ചോദിക്കുമ്പം മറന്നിട്ടൊന്നുമില്ല, അതങ്ങനെ മറക്കാൻ പറ്റുമോ സാർ? എന്തു വന്നാലും ക്യാഷ് വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടുന്ന് കാനഡയിലേക്ക് തിരിച്ചു പോവുകയുള്ളൂ സാർ, അതിനൊരു മാറ്റവും ഇല്ല. വിശ്വസിച്ച് പണി ഏൽപ്പിക്കാൻ പറ്റി ആരുണ്ട് സാറെന്ന് ചോദിച്ചു. അപ്പോൾ സാറിന് കൊട്ടേഷൻ ടീമുമായിട്ടൊക്കെ ബന്ധമുണ്ടല്ലോ, ആരുള്ളതെന്നൊന്ന് പറയാമോന്ന് ചോദിച്ചു. അവരുടെ പല കേസുകളും സാറല്ലേ വാദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം നീലിമ ആവശ്യമില്ല, അത് എടുത്ത് ചാടി ചുമ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ഈ കളിയിൽ നിനക്കായിരിക്കും നഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഏത് ടീമിനെ ഏൽപ്പിക്കണമെന്ന് സാറ് തന്നെ പറയാനായിട്ട് നീലിമ പറയാം. ഞാനതിന് സപ്പോർട്ട് ചെയ്യില്ല, നീ അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാനാ ഞാൻ ഈ പറയുന്നതെന്ന് പറയുമ്പം എന്ത് അപകടമാണ് സാറുള്ളത്, സാറ് പറയണ്ട, ഞാനൊരു ടീമിനെ കണ്ടുപിടിച്ച് പണി ഏൽപ്പിച്ചോളാമെന്ന് നീലിമ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക. അങ്ങനെ സുധിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുമെന്നും പറഞ്ഞു പോകണം. ഈ സമയത്ത് പിന്നെ നമ്മുടെ രേവതി ആ കാലും വെച്ച് അവിടെ ഇരുന്ന് ഫോണിൽ എന്തൊക്കെയോ നോക്കി എന്തൊക്കെയോ കണക്കൂട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ശരത്തും ദേവും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ആ കാലും രേവതിയും ഒക്കെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ചങ്ക് പൊട്ടിപ്പോയി. മോളേന്ന് പറഞ്ഞ അമ്മ ഒരൊറ്റ കരച്ചില്ല, അമ്മയെന്ന് വിളിച്ച് ഓടി വന്ന് രേവതി ഭയങ്കര സ്നേഹത്തോടെ വിളിച്ചു. അപ്പോഴത്തേക്ക് അവർ ഓടി അകത്തേക്ക് കയറി വന്നു കേട്ടോ. അങ്ങനെ അവർ വന്ന് രേവതിയുടെ അടുത്ത് ഇരിക്കുക. അപ്പോൾ രേവതി ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പം അമ്മ ഭയങ്കര കരച്ചിൽ, നിന്നെ എനിക്കിങ്ങനെ കാണേണ്ടി വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മ കരയല്ലേ, അമ്മ എന്തിനാ ധൃതി പിടിച്ചിങ്ങോട്ട് ഓടി വന്നേ, എനിക്ക് അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് രേവതി ചോദിച്ചു. അപ്പോൾ നീ അങ്ങനെയൊക്കെ പലതും പറയും, പെറ്റ വയറിൻ്റെ വേദന എനിക്കേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അമ്മ സങ്കടത്തോടെ പറയാം. അപ്പോൾ ദേവൂനും ശരത്തിനൊക്കെ സങ്കടമായി. പണ്ട് മുതലേ നിന്റെ സങ്കടം പുറത്തു പറയുന്ന ഒരു പതിവ് നിനക്കുണ്ടായിരുന്നില്ലല്ലോ, എല്ലാം ഉള്ളിലൊതുക്കി തനിയെ വേദന അനുഭവിക്കുന്ന സ്വഭാവമായിരുന്നില്ലേ നിൻ്റേത് എന്നൊക്കെ ചോദിക്കുമ്പം അയ്യോ അമ്മ ഇത് അങ്ങനെയൊന്നുമില്ല,
6 ആഴ്ച വിശ്രമിച്ചാൽ ശരിയാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നുള്ള കാര്യം രേവതി അന്നേരം അമ്മയോട് പറഞ്ഞു. മോളെ എന്നും പറഞ്ഞപ്പോൾ വീണ്ടും കരയോ. അമ്മ ഇങ്ങനെ കരയല്ലേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അമ്മയെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നിങ്ങൾ തന്നെ അമ്മയോടൊന്ന് പറ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ, നിസാര കാര്യം വരെ ആലോചിച്ച് ഊതി പെരുപ്പിച്ച് ചുമ്മാ ടെൻഷൻ അടിക്കും, കുറച്ചു നേരം കരഞ്ഞു കഴിയുമ്പോൾ സമാധാനമാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ നല്ല വേദന ഉണ്ടല്ലേ ചേച്ചി എന്ന് ശരത്ത് ചോദിച്ചു. ഞാനും കുറേ അനുഭവിച്ചതാ എന്ന് ശരത്ത് രേവതിയോട് പറഞ്ഞു. ചെറിയ വേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സഹിച്ചാലേ പറ്റൂ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. അച്ഛൻ വന്നവരുടെ സംസാരം കേൾക്കുക. അപ്പം എന്നാലും നിൻ്റെ ഈ കിടപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി മോളെ, സഹിക്കാൻ പറ്റുന്നില്ല, സഹായിക്കാൻ പോലും ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സഹായിക്കാനൊക്കെ ആളുണ്ട്, അതോർത്ത് ലക്ഷ്മി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഞങ്ങളിവിടെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ സച്ചിയോട് ചോദിച്ച ഇവളെ ഞാൻ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ എന്ന് അമ്മ ചോദിച്ചു. അവിടെ ആകുമ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ എന്നും പറഞ്ഞു. അയ്യോ സച്ചി ഇവളെ വിടുമെന്ന് തോന്നണുണ്ടോ? ഇനിയിപ്പോൾ സച്ചി വിട്ടാലും ഞാൻ വിടും എൻ്റെ മോളെ എന്ന് അച്ഛൻ ചോദിക്കാം. ഞങ്ങൾ പൊന്നുപോലെ നോക്കില്ലേ ഞങ്ങളുടെ മോളെ എന്നെങ്ങനെ അച്ഛൻ പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ കരയോ, ഭാഗ്യത്തിലല്ലേ പറ്റുള്ളൂ, അതോർത്ത് സമാധാനിക്കാമെന്ന് ദേവു പറഞ്ഞ് സമാധാനിപ്പിക്കാം ഇവരെ. ആക്സിഡൻ്റ് ആരോ കരുതിക്കൂട്ടി നടത്തിയതാണോ എന്ന് സംശയമുണ്ട്, പോലീസിൽ പരാതി കൊടുക്കാൻ പോയിരിക്കുക സച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം പറഞ്ഞു. അപ്പോഴത്തേക്കും ശരത്തിൻ്റെ ഭാവം ഒന്നും വല്ലാണ്ടായി. ശരത്തിൻ്റെ പേടി ആൻ്റണി ചേട്ടൻ ആയിരിക്കോ എന്നിങ്ങനെ ശരത്ത് വീണ്ടും വീണ്ടും ചിന്തിക്കുക. അത് പിന്നെ ചിലപ്പോൾ എന്താ മോളെ എന്ന് ദേവുവിനോട് അച്ഛൻ ചോദിച്ചു. എന്താ മോള് പറയാൻ തുടങ്ങിയ പറയാൻ പറഞ്ഞു. അയ്യോ ഞാൻ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ദേവു നിന്നിങ്ങനെ വെപ്രാളം കൊള്ളു കേട്ടോ. അപ്പോൾ ശരത്തും അമ്മയൊക്കെ ദേവുവിനെ ഇങ്ങനെ നോക്കുക. അപകടത്തിൻ്റെ പിന്നിൽ എന്താ സംഭവിച്ചതെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ മോളെ, നമ്മളിപ്പോൾ രേവതി മോളുടെ ആരോഗ്യത്തിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഇങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ രേവതി മോളെ ഓർത്ത് ഇവിടെ ആരും വിഷമിക്കണ്ട, എല്ലാവരുടെയും കാര്യം നോക്കി നിർത്തുന്ന മോൾക്ക് ദൈവം ഒരു ചെറിയ വിശ്രമം കൊടുത്തു എന്ന് മാത്രം കരുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കുക കേട്ടോ. പിന്നെ ഈ ഡോക്ടർമാർ 5-6 ആഴ്ചയൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ തന്നെ പോവില്ലേ എന്ന് ചോദിച്ചു. പിന്നെ എൻ്റെ മോളുടെ തിരക്കുകളിലേക്കൊക്കെ കടക്കുമില്ലേ, പിന്നെ അല്ലാണ്ട് ഇവർക്ക് എന്താ പറ്റിയാച്ചാ, ഈ അവസ്ഥയിലും തിരക്കിന് ഒട്ടും കുറവില്ല, കസ്റ്റമേഴ്സൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, അതിന് ഞാൻ മറുപടിയും കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ രേവതി പറഞ്ഞു. പിന്നെ ദേവു അമ്മയും കൂടെ കുറച്ച് നാൾ അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പം നോക്കാമെന്ന് ഇവർ പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലേക്ക് കോൾ വന്നു, രേവതിയുടെ ഫോണിലേക്ക്. അങ്ങനെ രേവതി ആണെങ്കിൽ ഫോൺ എടുത്തു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഓർഡർ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഈ ശ്രുതി ചതിച്ച ഓർഡറാണ് ഇപ്പോൾ ഈ വിളിച്ച് പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ രേവതി ഞെട്ടി. അയ്യോ അമ്മയാണോ ഫോൺ എടുത്തേ, പക്ഷേ എന്നോടത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് രേവതി ഇങ്ങനെ പറഞ്ഞേ. അത് കേട്ടപ്പോഴത്തേക്കും രേവതി ഞെട്ടി. ഇത്രയും വലിയ ഓർഡർ ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ എങ്ങനെ റെഡിയാക്കുമെന്നും രേവതി ഇങ്ങനെ ചോദിക്കും കേട്ടോ അവരോട്. അപ്പോൾ അമ്മയും ദേവും അച്ഛനും ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ സാർ ഒരു കാര്യം ചെയ്യുമോ, ഓർഡർ ഒന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ ഫോണിലേക്ക് അയച്ചോളൂ, എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ഞാൻ ശ്രമിക്കാമെന്ന് രേവതി പറയുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക. ശരി സാർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മോളെ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ വലിയൊരു ബൾക്ക് ഓർഡറാണെന്നും ആ ഓർഡർ തരാൻ അദ്ദേഹം വിളിച്ചപ്പോൾ അമ്മയാണ് ഫോൺ എടുത്തതെന്നൊക്കെ ഉള്ള കാര്യം രേവതി പറയാം. പക്ഷെ അമ്മ എന്നോട് ഇതൊന്നും പറഞ്ഞില്ല, വലിയ ഓർഡറാണ്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചേച്ചി എന്ന് ശരത്ത് ചോദിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ മോളെ, ആ ഓർഡർ അങ്ങ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു, മോൾ വയ്യാതിരിക്കല്ലേ എന്നും പറഞ്ഞു. അതിൻ്റെ കൂടെ മാലയും കൂടെയൊക്കെ കെട്ടണോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛാ കസ്റ്റമേഴ്സ് പോകുമെന്ന് പറഞ്ഞു രേവതി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ, അമ്മ ഈ ഓർഡർ ഇന്ന് വൈകുന്നേരത്തിന് മുന്നേ കൊടുക്കാൻ അമ്മയും ദേവും എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞു രേവതി. അയ്യോ ഞങ്ങൾ ചേച്ചി ഓർഡർ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചേക്കാം, നീ എന്നെ സഹായിച്ചേ പറ്റുള്ളൂ എന്ന് രേവതി ദേവുവിനോട് പറയുമ്പോൾ ചേച്ചിക്കൊരാവശ്യം വരുമ്പോൾ ഞങ്ങളല്ലാതെ വേറെ ആരാ ചേച്ചിയെ സഹായിക്കാനുള്ളതെന്ന് ദേവു അന്നേരം ചോദിക്കും കേട്ടോ. അപ്പോൾ സച്ചിക്ക് മാല കെട്ടാൻ അറിയാമായിരുന്നെങ്കിൽ നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ടി വരുമായിരുന്നില്ല എന്ന് അച്ഛൻ പറയുക. അങ്ങനെ ഇവർ ആ വലിയ ഓർഡർ പിടിക്കാൻ തന്നെ നോക്കുവാണ്. അപ്പോൾ ഞങ്ങളത് ചെയ്തോളാം മോളെ എന്ന് അമ്മയും പറഞ്ഞു. അങ്ങനെ ശ്രുതിക്ക് അവിടെ നിന്ന് തുടങ്ങി പണി, ശ്രുതിയുടെ തകർച്ചയുടെ തുടക്കം ഇവിടെ നിന്ന് തുടങ്ങി. അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ല എന്ന് അമ്മ രേവതിയോട് പറയും കേട്ടോ. പിന്നെ അവിടെ ഒരു ആഘോഷം തന്നെയായിരുന്നു. ഇവിടെ ആഹാരമൊക്കെ ശ്രദ്ധിച്ച് വർഷം കൂടെ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു ദേവു. എവിടെ നിന്ന്, അടുക്കളയിൽ കയറുന്നത് സച്ചിയാ, എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനും സഹായിക്കുമെന്ന് പറഞ്ഞു. അച്ഛമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ അക്കാര്യത്തിൽ ടെൻഷൻ വേണ്ടാന്ന് പറഞ്ഞു രേവതി. അല്ല രവിയേട്ട ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ളതെല്ലാം റെഡിയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ലക്ഷ്മി. ഇല്ല സച്ചി വന്നിട്ട് വേണം തുടങ്ങാനെന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ ഞാനും മോളും കൂടി വേഗം എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കേട്ടോ അമ്മ. അതേതായാലും കൊള്ളാം അമ്മ, അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായിന്ന് ലക്ഷ്മിയോട് രേവതി അന്നേരം പറയുക. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയും ദേവും കൂടെ അടുക്കളയിൽ കയറി പെട്ടെന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണേ.
അവർ രണ്ടുപേരും അടുക്കളയിലേക്ക് പോയി. അപ്പോഴേക്കും നമ്മുടെ സച്ചി പോയിട്ട് വന്നു. അപ്പോൾ സച്ചി വരുമ്പോഴത്തേക്കും ശരത്ത് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലും. അപ്പോൾ ശരത്തിനെ കണ്ടപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ അന്തം വിട്ട് നോക്കും കേട്ടോ. ശരത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവിടെ വന്ന് നിൽക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ അത്ഭുതത്തോടെ സച്ചി ഇങ്ങനെ ശരത്തിനെ നോക്കുന്നു. ശരത്തിനാണെങ്കിൽ സച്ചിയെ ഒന്ന് മുഖത്തോട് മുഖം നോക്കാനൊക്കെ ഒരു ഫേസ് ചെയ്യാനൊരു വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ദേവും അമ്മയും കൂടെ അങ്ങ് വന്നു. അമ്മേ ദേവു നിങ്ങൾ നേരത്തെ വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് നേരമായി മോനെ ഞങ്ങൾ വന്നിട്ട് നീ സ്റ്റേഷനിൽ പോയതാണെന്ന് അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞു. പരാതിയൊക്കെ കൊടുത്തോന്ന് ചോദിച്ചു. അപ്പോൾ കൊടുത്തു, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പരാതി കൊടുത്തിട്ട് കാര്യമുണ്ടോ ഏട്ടാ എന്ന് ദേവ് ചോദിക്കുമ്പോൾ നോക്കാം, ഒന്ന് മനസ്സ് വെച്ചാൽ എനിക്ക് ആളെ പിടിക്കാനൊക്കെ പറ്റുമെന്നും അത് വേണ്ടെന്ന് അച്ഛനും രേവതിയും പറഞ്ഞെന്ന കാര്യം അമ്മയോടും ദേവുവിനോടും പറയാം. അപ്പോൾ ആരെങ്കിലും സംശയമുണ്ടോ സച്ചേട്ടന് എന്ന് ദേവ് ചോദിച്ചു കേട്ടോ. അപ്പോൾ സച്ചി കുറേ പേരെയൊക്കെ എനിക്ക് സംശയമുണ്ട്, എനിക്ക് കുറേ ശത്രുക്കളൊക്കെ ഉള്ളതാണല്ലോ, അപ്പോൾ അവരിൽ ആരെങ്കിലും ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ദേവു ഇങ്ങനെ അമ്മയെ നോക്കി. അമ്മ അന്നേരം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയാട്ടി കാണിക്കുക, പറയരുതെന്ന്. അല്ലേടാ എന്ന് ശരത്തിനോട് നമ്മുടെ സച്ചി ചോദിച്ചു. പിന്നെ എന്നോടുള്ള ശത്രുത തീർക്കാൻ വേണ്ടിയിട്ടാണ് രേവതിയോട് അങ്ങനെ ചെയ്തതെന്നും പിന്നെ അവളെ തൊട്ട എനിക്ക് നോവുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമെന്നും സച്ചി ഇവരോട് ഇങ്ങനെ പറയുന്നു. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ ആരാ ഇതൊക്കെ ചെയ്തതെന്നുള്ളതെന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അമ്മയും അതുപോലെ തന്നെ ദേവും. അങ്ങനെ നമ്മുടെ ശരത്തിൻ്റെ അടുത്തേക്ക് സച്ചി ചെന്നു. ഞാൻ എപ്പോഴാണ് നന്നായത് എന്നായിരിക്കും നീ ചിന്തിക്കുന്നതല്ലേ? ഞാൻ നന്നായിട്ടൊന്നും ഇല്ലടാ, തെറ്റ് ചെയ്യുന്നവരെ കയ്യിൽ കിട്ടിയാൽ അപ്പം പൊട്ടിക്കും ഞാൻ, അതിനൊരു മാറ്റവും ഇല്ല എന്ന് ശരത്തിനോട് നമ്മുടെ സച്ചി പറയാം. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക. അല്ല നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിനക്കത് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ എന്നൊക്കെ സച്ചി. കഴിഞ്ഞ ദിവസം പോലും നിന്റെ കലാപരിപാടി ഞാൻ കണ്ടതാ. ആ സാറിൻ്റെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ വാക്കുകൾ ഇങ്ങനെ അതിൽ കിടക്കുന്നു എന്നുള്ള ഒരു ടെൻഷൻ നമ്മുടെ ശരത്തിന്. അപ്പോൾ കൊള്ളാവോടാ, എങ്ങനെ ഉണ്ടായിരുന്നു കലാപരിപാടികളൊക്കെ? അല്ലായിരുന്നു ചോദിച്ചു. അപ്പോൾ കലാപരിപാടി അത്ര പോരായിരുന്നു എന്ന് പറഞ്ഞു ഈ ശരത്ത്. അത് നിനക്ക് കിട്ടാത്തത് കൊണ്ട് തോന്നുന്നതാ എന്ന് പറഞ്ഞു. നിന്റെ കൂട്ടത്തിലുള്ളവർക്ക് കിട്ടിയവർക്കേ അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ പേടിയോടെ. അതെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി എന്തായാലും ആളെ പോലീസ് കണ്ടുപിടിച്ച് തരട്ടെ, അതിനുശേഷം ഞാൻ എൻ്റെ കലാപരിപാടി വേണ്ടുന്നത് പോലെ അവതരിപ്പിക്കുമെന്നൊക്കെ സച്ചി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ മോനെ കുഴപ്പമായിട്ടെന്ന് അമ്മ ചോദിച്ചു. ഒന്നുമില്ല അമ്മ എന്ന് പറയുക സച്ചി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവൻ്റെ അവസ്ഥ കാണുമ്പോഴേ വിഷമമുണ്ട്, പക്ഷേ ഇവൻ്റെ പ്രവൃത്തിയാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് സച്ചി പറയുകയാണ്. നീയേ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിക്ക്, കാശേ ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് വേണ്ടുന്ന കാശ് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട്, വലിയ സിമ്പതി ഒന്നും കാണിക്കേണ്ടെന്ന് ശരത്ത് സച്ചിയോട് പറഞ്ഞു. ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശരത്തെ നിനക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞിരുന്നില്ലേ, നീ ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളിപ്പോൾ വരുന്നില്ല എന്നും അമ്മ ശരത്തിനോട് പറയാം. ശരത്ത് അന്നേരം പോണു. എന്താടാ നിന്റെ കൈ ശരിയായോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ശരത്തിനോട് ചോദിക്കുക സച്ചി. ഇതിങ്ങനെ കാണുന്നവർക്ക് എന്നോട് ദേഷ്യം തോന്നുമല്ലോ, എന്നോട് ദേഷ്യം തോന്നാൻ വേണ്ടി കൈ ശരിയായിട്ടും നീ ചുമ്മാ കൈ കെട്ടി തൂക്കിയിട്ട് നടക്കുകയാണോടാ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അന്നേരം അതൊന്നും അങ്ങനെയല്ല സച്ചി, അവൻ്റെ കൈ ശരിയായിട്ടില്ല എന്ന് അമ്മ പറഞ്ഞു. ഒരു കണക്കിന് ഇങ്ങനെ കിടക്കുന്നതാ നല്ലത് എന്ന് സച്ചി വീണ്ടും പറഞ്ഞു. പിന്നെയും ഒടിയേണ്ട കൈയല്ലേ, എന്തിനാ വെറുതെ ശരിയാക്കുന്നേ? അപ്പം നിങ്ങൾ വീണ്ടും എൻ്റെ കൈ ഒടിക്കുമെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ആരായിരിക്കും ഒടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല മോനെ, നിൻ്റെ കയ്യിലിരിപ്പ് എത്രയ്ക്ക് നല്ലതാണല്ലോ എന്ന് സച്ചി അന്നേരം പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും ദേവും ഇങ്ങനെ വിഷമിച്ച് നോക്കുക. നിനക്കൊന്നും ഡ്യൂട്ടിയില്ലേ? ഉണ്ട്, ഞാൻ പോവും അമ്മേ. അപ്പോൾ സച്ചി വീണ്ടും അവനെ പിടിച്ച് നിർത്തിയിട്ട് അമ്മയ്ക്ക് വിഷമമാകുമെന്നതുകൊണ്ട് നീ ഒരിക്കലും നന്നാവില്ല എന്ന് ഇവരുടെ മുന്നിൽ വെച്ച് ഞാൻ പറയുന്നില്ല എന്ന് സച്ചി പറഞ്ഞു. അപ്പോഴത്തേക്കും തോളയിൽ വെച്ച കൈയൊക്കെ എടുത്ത് എറിഞ്ഞിട്ടിട്ട് ശരത്ത് അവിടെ നിന്ന് അങ്ങ് പോയി. അമ്മ തന്നെയല്ലേ ഇവനെ പ്രസവിച്ച് ദത്തെടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അതുപോലെ എന്ത് ചെയ്യാനാ മോനെ, നന്നാകുമായിരിക്കും എന്ന് അമ്മ. എന്തായാലും ഇപ്പം ചെറിയ മാറ്റമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മാറ്റം? അവൻ വീട്ടിലൊരാളും പുറത്തവൻ മറ്റൊരാളുമാണ് അമ്മയെന്ന് സച്ചി ഇങ്ങനെ അമ്മയോട് പറയും കേട്ടോ. അപ്പോൾ രേവതി എവിടെയാണെന്ന് ചോദിച്ചു. ചേച്ചിക്ക് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, സച്ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, വീട് നോക്കാൻ കഴിയാത്ത വിഷമമുള്ളൂ എന്ന് ദേവ് പറയുമ്പം അവളങ്ങനെയാണല്ലോ, അവളെക്കുറിച്ച് തന്നെ അവൾ ഓർക്കാറേയില്ല, മറ്റുള്ളവരെക്കുറിച്ച് മാത്രം അവളുടെ ചിന്ത. അപ്പോൾ ശരിയാ സച്ചേട്ടൻ പറഞ്ഞത്, അങ്ങനെയാ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ദേവു സമയം പോയി, വാ നമുക്ക് വല്ല ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവു, സച്ചേട്ടാ അതെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു ഇക്കാര്യം സച്ചേട്ടനോട് പറയരുത് എന്ന്, പക്ഷേ എൻ്റെ മനസ്സിൽ നിൽക്കുന്നില്ല എന്ന് ദേവു പറയുമ്പോൾ എന്താ മോളെന്ന് ചോദിച്ചു. എനിക്കൊരാളെ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആരെയാന്ന് ചോദിച്ചു. അപ്പോൾ ആക്സിഡൻറ്റ് പിന്നിൽ ഗജാനന്ദനാകാനുള്ള ചാൻസ് ഉണ്ട് സച്ചേട്ടാ എന്ന് പറയുകയാണ്.
അയാൾ വീട്ടിൽ ഒരു തവണ വന്നിരുന്നു എന്നും ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ കയ്യും കാലും അനക്കാതെ എൻ്റെ മകളെ ഞാൻ കിടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ്. സച്ചി ഭയങ്കര കലിപ്പിൽ നിൽക്കുമ്പോൾ സച്ചേട്ടൻ എൻ്റെ സംശയം മാത്രം കേട്ടോ എന്ന് ദേവ് പറഞ്ഞു. അവൻ വെല്ലുവിളി നടത്തിയായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അവൻ വന്നപ്പോൾ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന് സച്ചി ചോദിക്കുക. എന്തുകൊണ്ട് എന്നെ അത് അറിയിക്കാതിരുന്നു എന്നും ചോദിച്ചു. അന്നേരം അമ്മ പറഞ്ഞതുകൊണ്ട് അറിയിക്കാതിരുന്നതെന്ന് ദേവ് പറയുമോ. സച്ചിക്ക് ഭയങ്കര ടെൻഷനായി. അറിയിച്ച സച്ചേട്ടൻ അവനെ പോയി അടിക്കും, പ്രശ്നമാകുമെന്ന് അമ്മ പറഞ്ഞു തുടങ്ങിയ കാര്യം പറയുമ്പോൾ അടി കൊടുക്കേണ്ടവർക്ക് അടി കൊടുക്കണ്ടേന്ന് ചോദിച്ചു. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, അവൻ തന്നെ ഇത് ചെയ്തതെന്ന് സച്ചി പറയുകയാണ്. എന്നോടുള്ള പക തീർക്കാൻ രേവതി ഇല്ലാണ്ടാക്കാൻ നോക്കിയത് അവനെന്നും പറഞ്ഞു ഭയങ്കര കലിപ്പ്. വീട്ടില്ല ഞാൻ അവനെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ സച്ചേട്ടാ ആക്സിഡൻറ്റ് നടത്തിയത് അവനാണെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കൊടുക്കണമെന്ന് ദേവ് പറയുവാണ്. അങ്ങനെ അതും പറഞ്ഞ് ദേവ് കൊണ്ട് നിൽക്കുന്നു. സച്ചി എന്നിട്ട് നേരെ സച്ചിയുടെ അടുത്തേക്ക് പോയി. സച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ദേവ് അവിടെ നിൽക്കുമ്പോൾ സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെന്നു. രേവതിയുടെ അടുത്ത് ചെന്നിട്ട് സച്ചി ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി അവിടെ ഇരുന്ന് ഈ ഓർഡറിനെ പറ്റി സച്ചിയോട് സംസാരിക്കുക. എന്തായാലും ആ ഓർഡർ എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ അയാൾ വൈകുന്നേരം മാല തയ്യാറാവില്ലെന്നും ചോദിച്ച് രണ്ടാമത് ഒന്നുകൂടി വിളിച്ചതുകൊണ്ട് നാണക്കേടിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് രേവതി പറയാം. എന്ത് ചെയ്തേനേന്നൊക്കെ രേവതി പറയുമ്പോഴും സച്ചി ഗജാനന്ദൻ എന്നുള്ള ചിന്തയിലിരിക്കും അവിടെ. എന്തായാലും അമ്മയും ദൈവം ഓർഡർ കൊടുക്കാൻ നേരിട്ടുണ്ട്. 1-2 രൂപയല്ല, 20,000 രൂപയ്ക്ക് ഓർഡർ തന്ന കസ്റ്റമർ എനിക്ക് നഷ്ടപ്പെട്ടു പോയതിനെ സച്ചേട്ടാന്നൊക്കെയാണ് രേവതി ഇരുന്ന് പറയുന്നത്. സച്ചി ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി ഒന്നും മിണ്ടുന്നില്ല. സച്ചേട്ടൻ ഈ ലോകത്തൊന്നും അല്ലേ എന്ന് ചോദിച്ചു രേവതി ദേഷ്യപ്പെട്ടപ്പോൾ സച്ചി ചാടി എഴുന്നേറ്റ്. അപ്പോൾ ആരെന്ത് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു സച്ചി. എൻ്റെ ചെവി മുഴങ്ങുന്ന ഒരു പേര് മാത്രമാണ്, ആ ഗജാനന്ദൻ്റെ പേരെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക സച്ചി. അപ്പോൾ അത് കേട്ടിട്ടുണ്ട് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവനായി ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ എന്ന് നമ്മുടെ സച്ചി രേവതിയോട് പറയുന്നത് രവിയേട്ടൻ കേട്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.